ബാൻസുരി ലേണിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാൻസുരിയിൽ സരിഗമ പധനിസ സർഗം എങ്ങനെയാണ് വായിക്കുക എന്നാണ് പഠിച്ചത്. ഇന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ രാഗം, ബാൻസുരിയിലെ ആദ്യത്തെ രാഗത്തിൻ്റെ സ്കെയിൽസും അതിൻ്റെ മൂവ്മെൻറ്റും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിരുന്ന സരിഗമ പധനിസ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ബേസിക് സർഗം, സരിഗമ പധനിസ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ഉപയോഗിക്കുന്നതിൽ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, ശുദ്ധ നിഷാദം, വീണ്ടും ഷഡ്ജം. അതാണ് നമ്മൾ ഉപയോഗിച്ച നോട്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം പൊതുവെ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പൊതുവെ ആദ്യമായിട്ട് എപ്പോഴും പഠിക്കുന്ന രാഗം എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാഗമാണ്. യമൻ എന്ന രാഗം കർണാടക സംഗീതത്തിൽ കല്യാണി എന്ന് പറയും. യമൻ എന്ന് പറയുന്നത് കല്യാണി, അതായത് കല്യാൺ ഥാട്ടിൽ, ഹിന്ദുസ്ഥാനിയിൽ രാഗങ്ങളെ താട്ട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കല്യാൺ ഥാട്ട് എന്ന് പറയുന്ന ഥാട്ടിൽ പെടുന്ന രാഗമാണ് യമൻ. അപ്പോൾ യമൻ്റെ ആരോഹണം അവരോഹണം എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആരോഹണവും അവരോഹണത്തിലും എല്ലാ നോട്ട്സും ഉണ്ടാവും, പക്ഷെ രാഗത്തിൻ്റെ ചലനത്തിൽ എല്ലാ നോട്ട്സും ഇല്ല. അത് അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. കല്യാണി രാഗം കർണാടക സംഗീതത്തിൽ ആരോഹണത്തിലും അവരോഹണത്തിലും അതിലെ എല്ലാ നോട്ട്സും തന്നെ ഉപയോഗിക്കുമെങ്കിലും യമനിൽ ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതിയിൽ അതിൻ്റെ ശരിയായ രാഗത്തിൻ്റെ വിസ്താരത്തിലൊന്നും ആ നോട്ട്സ് എല്ലാം അതേപോലെ ആരോഹണത്തിൽ ഉപയോഗിക്കില്ല. പക്ഷേ അതിലെ എല്ലാ നോട്ട്സും അടങ്ങിയിട്ടുള്ള എല്ലാ നോട്ട്സും ആരോഹണത്തിലാണ്. അതായത് അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് വരുന്നത് നമ്മൾ പഠിച്ച ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചതിൽ നിന്ന് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള തീവ്ര മധ്യമത്തിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ തീവ്ര മധ്യമം ഫ്ലൂട്ടിൽ എങ്ങനെയാണ് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഫുൾ ഓപ്പൺ. നമ്മൾ പഠിച്ചത് ശുദ്ധമാ, അത് മാറിയിട്ട് ശുദ്ധമാണ്. അപ്പോൾ അതിൽ വരുന്ന നോട്ട്സ് എന്നാണ് ഇതാണ് യമൻ എന്ന് പറയുന്ന രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. ഈ യമൻ്റെ ചലനം എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പം രാഗത്തിന് ശരിയായ മൂവ്മെൻറ്റിൽ ആരോഹണത്തിൽ ഷഡ്ജവും പഞ്ചമവും ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കില്ല. അത് രണ്ടും ഉപയോഗിക്കാതെയാണ് അതിൻ്റെ ആരോഹണം എപ്പോഴും പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് രാഗത്തിൻ്റെ ചലനം പോകുന്നു. അങ്ങനെയാണ് ഒരു ബേസിക് മൂവ്മെൻറ്റ് യമൻ എന്ന് പറയുന്ന രാഗത്തിന്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ, അതായത് യമനെ കിങ് ഓഫ് രാഗാസ് എന്നാണ് ഹിന്ദുസ്ഥാനിയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിച്ചു തുടങ്ങുന്ന രാഗം. രണ്ട്, എല്ലാ നോട്ട്സും വരുന്നത് കൊണ്ട് തന്നെ
രാഗത്തിൻ്റെ എക്സ്പ്രഷന് വേണ്ടി ഒരുപാട് സ്കോപ്പുള്ള ഒരു രാഗമാണ് യമൻ. അപ്പം ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ആരോഹണം അവരോഹണം, അതിൻ്റെ സ്കെയിൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. രണ്ട്, അതിൻ്റെ ചലൻ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇത് നമുക്കറിയണം. അതായത് ഈ നോട്ട് അപ്പം മേലേക്ക് പോകുമ്പോൾ സായും പായും ഉപയോഗിക്കരുത്, ഷഡ്ജവും പഞ്ചമവും തൊടരുത്, താഴേക്ക് വരുമ്പോൾ അത് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള മൂവ്മെൻറ്റിന് ഒരു പ്രാക്ടീസ് വേണം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല എക്സസൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയിൽ മൂവ്മെൻറ്റ് വെറുതെ അപ്പ് ആൻഡ് ഡൗൺ 4/4 നോട്ട്സ് ആയിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസിൻ്റെ അത് ബേസിക് എന്ന് പറഞ്ഞാൽ ധനി രി ഗ മ ഗ രി സ നി രി ഗ മ പ മ ഗ രി രി ഗ മ ധ നി ധ പ മ ഗ മ ധ നി സ നി ധ പ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അവിടെ മാലിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പാ ടച്ച് ചെയ്തില്ല അല്ലേ? അതുമാതിരി ഗമയിൽ ഒന്ന് പോകുമ്പോൾ മേലേക്ക് പോകുമ്പോൾ ഗമ പധാന്ന് പോയില്ല. ഗമ ധനി സാനി ധപ മധനി രി ഗരി സാനി ധനി രി ഗ മ ഗരി സ. ഒന്നുകിൽ അവിടെ സാനി ധപ മഗരിസ അത് പറഞ്ഞ് എൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മേലേക്ക് പോയ അതേ പാറ്റേൺസിനെ തന്നെ താഴേക്ക് ഇടുക. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെട്രോണോം വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മെട്രോണോം എടുത്തിട്ട് നമ്മളൊരു 100 ബീറ്റ്സിലാണ് ഇടുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് ക്ലിക്കാണ് ടിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഫസ്റ്റ് ബീറ്റ്. 1 2 3 4 1 2 3 4. ഇത് നമ്മളതിൻ്റെ ബേസിക് ഇത്. അപ്പോൾ നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്പീഡല്ല, ക്ലാരിറ്റിയും ബ്രെത്ത് കൺട്രോളുമാണ്. അത് കഴിഞ്ഞ് ഇതിൽ കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ ഒരു 20 ബീറ്റ്സ് പെർ മിനിറ്റ് കൂട്ടുക. അപ്പോൾ ഇപ്പോൾ 100-ലായിരുന്നു, അപ്പോൾ നമ്മൾ 120 അല്ലെങ്കിൽ 25 അതിലേക്ക് മാറുന്നു. എന്നിട്ട് അതിൽ നമ്മൾ അതേ സ്പീഡ് ചെയ്യും. 1 2 അപ്പോൾ ആ രീതിയിൽ പോകാം. ഇനി അതിൽ കംഫർട്ടബിൾ ആകുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു 20 BPM പിന്നെയും കൂട്ടുക. അപ്പോൾ അടുത്ത സ്പീഡ് 2 3 4 1 ആ രീതിയിൽ. അങ്ങനെ ഓരോരോ പതുക്കെ സ്പീഡ് കൂട്ടിയിട്ട് നമ്മുടെ ഉദ്ദേശം 300-400 BPM വരെ നമ്മൾ കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ നമുക്ക് ആ യമൻ രാഗത്തിലുള്ള നമ്മുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക്
നമ്മളുടെ നമ്മളുടെ ഫിംഗേഴ്സ് കംഫർട്ടബിളോ ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്കത് അടുത്തതിലേക്ക്, അതായത് രാഗത്തിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ രീതിയിലുള്ള ഈ ഒരു പ്രാക്ടീസ് നമ്മൾ അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റിൽ നമുക്ക് ഇനി ഒരു പുതിയ ലെസണുമായിട്ട് വരാം. അതുവരേക്കും ബൈ.